ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ 7:30യുടെ കുർബാനയ്ക്ക് നമ്മളങ്ങ് ചീനിക്കപ്പാറ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. പള്ളിയിൽ പോയാൽ ഇതാണ് അവസ്ഥ. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തും ഇരിക്കത്തില്ല. അത് അപ്പം തന്നെ പുറത്തേക്ക് ചാടും കേട്ടോ. അതേ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പെരും മഴയായിരുന്നു. കുട പോലും കൊണ്ടുവരാത്ത കാരണം അവിടെ അങ്ങനെ നിൽക്കേണ്ടി വന്നു. എല്ലാവരും അങ്ങനെ നിന്ന് പോയി. ആരും പ്രതീക്ഷിച്ചില്ല രാവിലെ മഴ പെയ്യുന്നേ. അപ്പോൾ എല്ലാവരും പള്ളി കഴിഞ്ഞ് കുറേ നേരം അവിടെ പള്ളിമുറ്റത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു, മഴയൊന്ന് കുറയാൻ വേണ്ടി. ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേഗം ഓടി വണ്ടിയിലേക്ക് വന്ന് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കല്ല, അങ്കണവാടിയിലേക്കാണ് കേട്ടോ. എസ്കുട്ടിന് പോളിയോ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പോളിയോ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ചീനിക്കപ്പാറയ്ക്കാണ് പോയത്. അവിടുത്തെ ഉണ്ണിയും കുഞ്ഞാമിയൊക്കെ പഠിച്ച അങ്കണവാടി ഉണ്ടല്ലോ, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോളിയോ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ അവനവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിട്ട്. അവിടെ ഒരു ഇങ്ങനെ ചിത്രത്തിൽ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓരോ സാധനങ്ങൾ, അതൊക്കെ കാണുമ്പോഴത്തേക്കും അവന് ഭയങ്കര ഇഷ്ടമായി. അതിനെയൊക്കെ പിടിച്ച് മാന്താനൊക്കെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിനോട് പറഞ്ഞു പോളിയോ കൊടുക്കാൻ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വേഗം കൊച്ചിനെ കസേരയിലേക്ക് അങ്ങ് ഇരുത്തി ഇതിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു അയ്യോ കൊച്ചിനെ തീരെ കുഞ്ഞു കൊച്ചല്ലേ, ഇരുത്താൻ പറ്റില്ല, മടിയിൽ പിടിച്ചിരുത്തണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് ആദ്യം മനസ്സിലായില്ല എന്നത്തിനായിരിക്കും ഈ ബലത്തിൽ പിടിക്കുന്നത്, ഇഞ്ചക്ഷൻ വെക്കാനാണോ തോന്നി കാണും. പിന്നെ വേഗം വായിലേക്ക് ഒഴിച്ചു കണ്ടപ്പോഴത്തേക്കും പിന്നെ അവൻ അങ്ങ് അടങ്ങിയിരുന്ന് അത് മേടിച്ച് കുടിച്ചു കേട്ടോ. നക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ ഇതാ വോട്ട് ചെയ്ത പോലെ ഒരു മാർക്കൊക്കെ ചെയ്ത് കൊടുത്തു വിട്ടു നഖത്തിലെ. പിന്നെ നമ്മളങ്ങനെ പോളിയോ കൊടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോന്നിട്ട്, ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോരാതെ നമ്മൾ പോകാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. കുഞ്ഞാമീനിക്ക് എൻ്റെ ഒരു ഷോളും കൊടുത്തു. ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു. നമ്മൾ കുട എടുക്കാത്ത കാരണം, മഴ പെയ്യുന്ന കാരണം വീട്ടിലോട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. കുഞ്ഞാമി എൻ്റെ ഷോളും കൊണ്ട് അങ്ങ് പോയി. പിന്നെ എസ്കുട്ടിനെ അങ്ങനെ നനയ്ക്കാൻ പറ്റില്ല. പിന്നെ ചേട്ടായി വീട്ടിൽ പോയിട്ട് കുട എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുട എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് കയറി പോകുന്നത്. കൊച്ചിനെ എടുത്തങ്ങ് പോയി. പിന്നെ ഞാൻ ഓടിപ്പോയി കുടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവൻ്റെ പരിപാടി ഈ സ്റ്റെയറിങ്ങനെ കയറുവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല അവൻ ഇതുപോലെ കയറാൻ പറ്റുന്നത്. കാരണം ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇല്ലല്ലോ കയറി പോകാൻ വേണ്ടിയിട്ട്. ഇവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കയറിയായിരുന്നു. ഉണ്ണിയും കുഞ്ഞാമിയൊക്കെ കുറച്ച് താമസിച്ചാണ് ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അവർക്കൊക്കെ താമസമായിരുന്നു. പക്ഷേ ഇവൻ കയറാതിരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും പാഞ്ഞു കയറുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയായിട്ട് ഇവൻ വീഴുമെന്ന് പേടിയായിട്ട് ഞാനിങ്ങനെ പുറകിന് പിടിക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അവനൊരു പേടിയില്ലാതെ സ്പീഡിലങ്ങ് കയറി പോകുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സ്പീഡിലുള്ള കയറ്റമൊക്കെ കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണ് ലാസ്റ്റ് ഇരുന്ന് കഴിക്കുന്നത്. കൊച്ചിനൊക്കെ കൊടുത്ത് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ അങ്ങ് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സ്പെഷ്യലായിട്ട് ഇന്ന് എല്ലും കപ്പയായിരുന്നേ. അപ്പം എന്നും അപ്പം ഇറച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോഴത്തേക്കും കുഞ്ഞാമി ചോദിക്കും ഇവിടെ എല്ലും കപ്പ ഇല്ലേ, കപ്പ ബിരിയാണി ഇല്ലേ, തായോ എന്ന് പറയും. അങ്ങനെ കുഞ്ഞാമിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ നേരെ പാലക്കയത്തിന് പോകുന്നേ. പിന്നെ നമ്മുടെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കയറി കിടന്ന് അങ്ങ് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഒരു ചായ കൂടിയും കുടിച്ചേ. അപ്പം അത്രയേ ഉള്ളേ.